ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. സുവിശേഷം ലോകത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. സുവിശേഷം ലോകത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് സുവിശേഷം ലോകത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ബൈബിളിൽ റോമാലേഖനം 1:16 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് ഒരു മതസന്ദേശമല്ല, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും നിത്യതയെയും മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവം തൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാൻ വിശ്വസ്തരായ ദാസന്മാരെ വിളിച്ചിരിക്കുന്നു. യഥാർത്ഥ ദൈവദാസന്മാർ ക്രിസ്തുവിൻ്റെ സ്നേഹം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നവരാണ്. അവർ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല, ക്രിസ്തുവിൻ്റെ മഹത്വം മാത്രമാണ് അന്വേഷിക്കുന്നത്. പ്രകാശം നൽകുന്ന ഒരു മെഴുകുതിരി സ്വയം എരിഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നത്. ആയതുപോലെ അനേക ദൈവദാസന്മാർ സുവിശേഷത്തിനു വേണ്ടി കഷ്ടതകളും നിന്ദകളും സഹിച്ചുകൊണ്ട് അനേകരെ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. അവരുടെ പ്രതിഫലം മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് പ്രാപ്യമാകുന്നത്. പ്രിയരെ, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് അന്ധകാരം നിലനിൽക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ വെളിച്ചം അവിടെ പ്രകാശിക്കുന്നു. സുവിശേഷം എന്താണ്? ജീവിച്ചിരിക്കുന്നു എങ്കിലും മരിച്ച അവസ്ഥയിലായിരിക്കുന്ന ആത്മാവിന് പുതുജീവൻ നൽകുന്നു. അത് പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. അത് അന്ധകാരത്തിൽ കഴിയുന്നവരെ ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് ദൈവീയ സമാധാനം മനുഷ്യ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്നു. സുവിശേഷം ആത്മീയ ഉണർവ് സൃഷ്ടിക്കുന്നു. സുവിശേഷത്തിലൂടെ പാപക്ഷമയും കൃപയും പ്രാപ്തമാകുന്നു. സുവിശേഷത്തിലൂടെ നിത്യരക്ഷയുടെ ഉറപ്പ് നൽകുന്നു. സുവിശേഷത്തിലൂടെ സഹോദര സ്നേഹവും ഐക്യവും വളർത്തുന്നു. സുവിശേഷം മനുഷ്യനെ പരോപകാരിയും നീതിബോധമുള്ളവനുമായി മാറ്റുന്നു. സുവിശേഷം കുടുംബങ്ങളെയും സമൂഹങ്ങളെയും രാജ്യങ്ങളെയും അനുഗ്രഹിക്കുന്നു. അതിനാൽ സുവിശേഷത്തെ ഒരിക്കലും മനുഷ്യരുടെ ആശയമായി കാണരുത്. അത് സർവശക്തനായ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, പദ്ധതിയാണ്, സർവ മനുഷ്യവർഗത്തിനുമായിട്ടുള്ള ശരിയായ മാർഗമാണ്. യേശുക്രിസ്തു വ്യക്തമായി കൽപ്പിച്ചു, ലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. മർക്കോസിൻ്റെ സുവിശേഷം 16:15. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രവർത്തനത്തെ എതിർക്കുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തോടെയാണ് എതിർക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം ഹൃദയത്തെ പരിശോധിക്കണം. നമ്മൾ സത്യത്തിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിച്ചത്തെ നിരസിക്കുന്നവരുടെ ഭാഗത്താണ്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം പ്രാപിക്കും. യോഹന്നാൻ സുവിശേഷം 8:12. പ്രിയ സഹോദരങ്ങളെ, ഇന്നും ദൈവം നിങ്ങളെ വിളിക്കുന്നു. അന്ധകാരത്തിൻ്റെ വഴി ഉപേക്ഷിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, യേശുവിലേക്ക് വരിക. അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ. സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് ദൈവം പുതിയ ജീവിതവും പുതിയ പ്രത്യാശയും നിത്യരക്ഷയും നൽകുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കുക. സത്യദൈവമായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, അവൻ്റെ സുവിശേഷം സ്വീകരിക്കുക, അവൻ്റെ വെളിച്ചത്തിൽ നടക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും സമൂഹവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വീണ്ടും ദൈവീയ വചനത്തിലേക്ക് നാം തിരിയുമ്പോൾ ദൈവഹിതത്തെ മാനിച്ച് ജീവിപ്പാൻ തക്കോണം, ദൈവഹിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ തക്കോണം തയ്യാറാകുമ്പോൾ
നമ്മുടെ ജീവിതത്തിന് വ്യതിയാനമുണ്ടാകും. നമ്മൾ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നവരായിത്തീരും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും.